ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണെന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, ഇന്നലെ യൂട്യൂബിൽ നിന്ന് 3 പേര് കൺസൾട്ടിങ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ വന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, 3 പേർക്കും ഒരേ ഇഷ്യൂ ആയിരുന്നു. റിലേഷൻഷിപ്പിൽ ഒരേ ഇഷ്യൂ കൊണ്ടാണ് വന്നത്. ഒന്നാമത്തെ ആൾ എക്സിനോട് മിണ്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, എക്സിനോട് മിണ്ടിയിട്ട് അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ അവൾക്ക് വീട്ടുകാർ പറഞ്ഞു ഈ പയ്യനെ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വീട്ടുകാർ പറഞ്ഞു പയ്യനെ കെട്ടണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ശരി, എനിക്ക് നിന്നോട് താല്പര്യമില്ല, എനിക്ക് വീട്ടുകാരാണ് വലുത്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഇവനെ അവോയ്ഡ് ചെയ്തു. സത്യത്തിൽ അവൾ ചെറുതായിട്ടൊന്ന് നിർബന്ധിച്ചെങ്കിൽ വീട്ടുകാർ സമ്മതിച്ചേനെ. അവളതിന് നിന്നില്ല, അവനെ അകറ്റി നിർത്തി. ഓക്കെ, അവർ നല്ല ഇഷ്ടത്തിലായിരുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, 2 വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഈ പെണ്ണിനെ ചെറുതായിട്ട് താല്പര്യം കുറഞ്ഞു, 1 മാസമായിട്ട് താല്പര്യമൊക്കെ കുറഞ്ഞു നിന്നെയാണ്. ഈ പയ്യൻ കല്യാണം കഴിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് കരിയറാണ് വലുത്, എനിക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർക്ക് വരെ സമ്മതമായിരുന്നു. അവൾ പറഞ്ഞു അവൾക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ അകറ്റി നിർത്തി. കരിയറാണ് വലുത്, കല്യാണത്തിൽ ഇപ്പോഴേ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ റിലേഷൻഷിപ്പിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് 2017-18 ടൈമിൽ. ഓക്കെ, അതുവരെ എനിക്കറിയാം സൈക്കോളജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ചില പെണ്ണുങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും നമ്മുടെ ഈ സ്വഭാവം ബിഹേവിയറൊക്കെ വെച്ചാണ് എന്നൊക്കെ എനിക്കറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കും ആളുകളെ, അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴേ എല്ലാവരും ഞാൻ ശ്രദ്ധിക്കും. പിന്നെ ഈ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരോട് ഒരുപാട് ചോദിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് റിലേഷൻഷിപ്പിന് സെപ്പറേറ്റ് സൈക്കോളജി ഉണ്ട്. അതായത് റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം ഒരു സൈക്കോളജി സെപ്പറേറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ നിന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായത് അന്നൊരു തമിഴ് ചാനൽ ഞാൻ കണ്ടായിരുന്നു, ഒരു ഡേറ്റിംഗ് ചാനൽ. അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത് റിലേഷൻഷിപ്പിന് തന്നെ വേറൊരു സൈക്കോളജി ഉണ്ട്. ഓക്കെ, വാല്യൂ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഡേറ്റിംഗ് ചാനലുകൾ അതും ഇതും എല്ലാം പഠിച്ച് കുറേ ടിപ്പുകളാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം ഒരു 6000-7000 ടിപ്പുകളാണ് എനിക്ക് കിട്ടിയത്. ആ ടിപ്പുകൾ എനിക്ക് മനസ്സിലായി ടിപ്പുകൾ പഠിച്ചിട്ട് ഒരു ഗുണമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ ആ ടിപ്പുകളൊക്കെ കൂട്ടിച്ചേർത്ത് കെട്ടി വെച്ചിട്ട് ഒരു ഫോർമുല പോലെ ഉണ്ടാക്കി. ഏകദേശം ഒരു 3000-4000 പോലെ ഫോർമുല ഒരുപാട് ഉണ്ടാക്കി. അപ്പോൾ അതിൽ പകുതി എണ്ണവും എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതായത് ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പറഞ്ഞു തരുന്ന എല്ലാം എനിക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുള്ള വെറും 30% സൈക്കോളജി മാത്രമാണ്. യഥാർത്ഥത്തിൽ കുറേ ഡേറ്റിംഗ് സ്കില്ലുകളൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഉപയോഗിച്ചും ചിലതൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. ആർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നത്തില്ല, കാരണം ഇത് സത്യമാണെന്ന് എനിക്ക് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന തിയറിയൊക്കെ. ഓക്കെ, ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ഏത് തിയറി അല്ലെങ്കിൽ ഏത് ചോദ്യം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള വീഡിയോകളെക്കുറിച്ച് ഒരു 1000 ചോദ്യം ചോദിച്ചാലും അപ്പോൾ തന്നെ എനിക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, കാരണം അതെനിക്ക് തെളിയിക്കാൻ പറ്റും, അത് പ്രൂവ്ഡാണ്. നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് തന്നെ വിശ്വസിക്കാം. പക്ഷേ ഞാൻ തന്നെ കുറേ സൈക്കോളജിയൊക്കെ വെച്ച് സ്വന്തമായിട്ട് കുറേ തിയറി എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല, വേറൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാവുന്നുമില്ല. എനിക്കറിയാം അത് സത്യമാണ്, പക്ഷേ എനിക്കൊരു സിറ്റുവേഷൻ വന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ക്ലയൻ്റായിട്ട് ഒരാൾ വന്നാലും അയാൾക്ക് ഈ ഒരു ഫോർമുല വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ പോലും വലിയ പാടാണ്. കാരണം ആ സിറ്റുവേഷൻ മൊത്തവും ഇരുന്ന് കേൾക്കണം, ആദ്യം മുതൽ തുടക്കം മുതൽ എല്ലാ സിറ്റുവേഷനും കേട്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നിയാലേ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ആർക്കും എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് അത് ഉപയോഗിക്കാൻ സ്വന്തമായിട്ട് ചിന്തിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ആക്കണം, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെക്കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. എനിക്കറിയുന്ന ഒരുപാട് കൗൺസിലിംഗ് എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അവരോടൊക്കെ ഞാനിത് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഒരു സൈക്കോളജി ഇത് സത്യമാണോ? ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ച സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതുതായിട്ട് ഒരാളോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 40%, 50%, 60%, അങ്ങനെ 100% ആക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ 40%, അതായത് നമ്മളോട് നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന കാമുകിയായാലും അല്ലെങ്കിൽ നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന ക്രഷായാലും അല്ലെങ്കിൽ കസിനോ ആരോ ആയിക്കോട്ടെ, നമ്മളോട് നല്ല ഇഷ്ടത്തിരുന്ന ഒരാൾ 40%-ന് താഴെ പോയാൽ പിന്നെ ഒരു സൈക്കോളജിയും വർക്കാവത്തില്ല. ഓക്കെ, അത് വലിയ പാടുള്ള കാര്യമാണ്. അതായത് സൈക്കോളജി ഉപയോഗിച്ച് ആ ഇൻട്രസ്റ്റ് തിരിച്ചുകൊണ്ടുവരുന്ന വലിയ പാടുള്ള കാര്യമാണ്. ഇതേ ടൈമിൽ അവളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ അകന്നു പോകാനായിരിക്കും, നമ്മളെ വേണ്ടെന്ന് തന്നെ പറയും. ഓക്കെ, എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. പിന്നെ ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻറ്റൻഷൻ, ഇതുപോലെ എന്തെങ്കിലും അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവൾ അത് പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഒരു പെണ്ണിന് 40% താഴെയാണ് ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും ഒന്ന് ഫോഴ്സ് ചെയ്താൽ അപ്പോൾ തന്നെ അവൾ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു. ഓക്കെ, മനസ്സിലാക്കണം. ഒരു പെണ്ണിന് 40%, അതായത് നിങ്ങളോട് മിണ്ടാനുള്ള ആ താല്പര്യം പോലും ഇല്ലാതെ കുറഞ്ഞ് നിൽക്കുന്ന ടൈമിൽ വേറൊരു പയ്യൻ വന്ന് മിണ്ടി അവളാകുന്നു. ഓക്കെ, അല്ലെങ്കിൽ വേറെ വീട്ടുകാരൊന്ന് ഫോഴ്സ് ചെയ്താൽ അപ്പോൾ തന്നെ അവൾ അകന്നു. ഓക്കെ, അതായത് അവൾക്ക് താല്പര്യമേ കുറഞ്ഞ് നിൽക്കുന്ന ടൈം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40% താഴെ വന്നാലും നിങ്ങൾ ഒരിക്കലും അവിടെ തന്നെ ഇരിക്കരുത്. അവിടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ അത് മേലോട്ട് എടുക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൈക്കോളജി വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളോട് നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കാമുകിയാണെന്ന് വെച്ചോ. ഓക്കെ, അവൾ 40%-നും താഴെ പോവാണ്. അതായത് നല്ലപോലെ സംസാരിക്കുന്നില്ല,
സംസാരിക്കുന്നില്ല, റിപ്ലൈ പോലും തരുന്നില്ല, അങ്ങനത്തെ അതിലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കില്ല. 40% എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് സൈനാണ്. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കൊണ്ടുവരുന്ന വലിയ പാടാണ്. 40% നിൽക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 40% ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ വരുവാണ്, നിങ്ങളോട് താല്പര്യം കുറഞ്ഞെന്ന് വിചാരിച്ചോ, നിങ്ങൾ കോൾ വിളിച്ചാൽ അവൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അത്രയും താല്പര്യം മാത്രം മതി, അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വീണ്ടും മേലോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ, മനസ്സിലായി? വീണ്ടും നമുക്ക് 100% കൊണ്ടുവരാനും അവരെ വീണ്ടും നമ്മളുമായിട്ട് നല്ല ഇഷ്ടത്തിലാക്കാനും പറ്റും. മനസ്സിലാക്കേണ്ടത് 40% താഴെയാണ് നിങ്ങളുടെ കാമുകി നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വേറൊരു പയ്യൻ വന്ന് വേണ്ടി ഉടനെ അവൾ അങ്ങോട്ട് പോകും. കാരണം നമ്മളോട് നല്ല താല്പര്യം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അതുപോലുള്ള ടൈമിൽ അകറ്റിക്കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും ഒന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഉടനെ അവൾ നമ്മളെ അകറ്റാൻ നോക്കും. കാരണം അവളുടെ മൈൻഡ് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. നമ്മളെ എന്തെങ്കിലും ഒരു കാരണം കിട്ടി അകറ്റാനായിരിക്കും അവൾ നിൽക്കുന്നത്. ഓക്കെ, അത് അവളുടെ കുറ്റമല്ല, നമ്മളെന്തോ സൈക്കോളജിക്കലി മിസ്റ്റേക്ക് ചെയ്താണ്, അതുകൊണ്ടാണ് താല്പര്യം കുറഞ്ഞത്. ഓക്കെ, ചിലപ്പം നമ്മൾ ഒരുപാട് അവൈലബിലിറ്റി കൂടുതൽ കൊടുത്ത് കാണും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഡിക്റ്റബിൾ ആയി കാണും. ഓക്കെ, അതുപോലെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം അവളുടെ ഇൻട്രസ്റ്റ് 40% താഴെ വന്നാൽ, ഇപ്പോൾ കൂട്ടുകാരൊന്ന് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെസ്റ്റ് താളികൾ വന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്താലോ എപ്പോൾ വേണമെങ്കിലും അവൾ നമ്മളെ വിട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒരു പെണ്ണിനിപ്പം 70% ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ 60%, 50, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ അവൾ തന്നെ ഇങ്ങോട്ട് വരും. പക്ഷേ 40% എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് സൈനാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം 40% അല്ലെങ്കിൽ 40 താഴെയാണെങ്കിൽ ഒരാൾ കാൽക്കുലേറ്റഡ് ആയിട്ട് അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഇൻട്രസ്റ്റ് താഴോട്ട് വരും, അത് വിട്ടു പോകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എനിക്ക് തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച്, അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതൊന്നും ഒരു സൈക്കോളജി ബുക്കുകളിലും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഡേറ്റിംഗ് ചാനൽ അതും എല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്നവരുടെ ഇൻ്റർവ്യൂ നോക്കി, എങ്ങും ഇതുപോലെ പറയുന്നതേ ഇല്ല. ഓക്കെ, അതായത് ഈ 40% താഴെ വന്ന കാര്യങ്ങളോ അല്ല ഒന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെയാണ് എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ ഒരുപാട് അടുത്ത് കണ്ടു, ഒരുപാട് കേസുകൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സൈക്കോളജി സത്യമാണ്. എന്ന് വെച്ചാൽ 40% താഴെയാണ് വരുന്നതെങ്കിൽ ആ പെണ്ണ് നമ്മളെ വിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സ്റ്റേജിലാണ് ഗേൾസ് കള്ളം പറയുന്നത്. ഓക്കെ, അത് അവരുടെ കുറ്റമല്ല, അത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ കാരണമാണ് അവർ കള്ളം പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് മുമ്പ് എനിക്ക് ഒരു ക്ലയൻറ്റ് വന്നായിരുന്നു. പുള്ളി എന്താണ്, ഒരു പെണ്ണിനെ ബസ് സ്റ്റാൻഡ് വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ബസ് സ്റ്റാൻഡ് വെച്ച് നോക്കുന്നുണ്ട്, ഐ കോൺടാക്റ്റ് ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ അവൻ കുറച്ച് തിരക്കിലോട്ടായിപ്പോയി. കാരണം അവൾക്ക് ഒരു 40% എങ്കിലും സംസാരിച്ച് ഡെവലപ്പ് ആക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു, ഒരു ബിസി ഷെഡ്യൂളായിട്ട് അവൻ പിന്നെ കുറച്ച് നാളത്തേക്ക് വേറെ എവിടെയോ പോയി, വേറെ നാട്ടിലോ അങ്ങോട്ട് പോയി. പിന്നെ അവളെ കണ്ടതേയില്ല. പിന്നെ അവൻ ആ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവളെ നോക്കുന്നുണ്ട്. അവൾക്കൊരു താല്പര്യമില്ല. കാരണം അവൾ 40% മേലോട്ട് എടുക്കുന്നതിന് പകരം അവൻ അതേ സ്റ്റേജിൽ തന്നെ നിന്നു. ഓക്കെ, 40% മേളിൽ കൊണ്ടുവരേണ്ട നമ്മുടെ കാര്യം. ഓക്കെ, അവിടെ തന്നെ നിന്നു. പിന്നെ അവൻ ചെന്ന് മിണ്ടിയപ്പോഴും ആ പെണ്ണ് വലിയ താല്പര്യം കാണിച്ചില്ല. ഓക്കെ, അതായത് ഈ 40% ആകുന്നത് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഇപ്പോൾ കാമുകിയുടെ കാര്യം പറയാം. ആ ക്ലൈൻറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലൈൻറ്റിൻ്റെ കാര്യം. ഈ കാമുകി പറയുന്നത് വീട്ടുകാർക്ക് സമ്മതമില്ല, അതുകൊണ്ട് നമുക്ക് കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, വീട്ടുകാർക്ക് സമ്മതമില്ല, നിങ്ങൾ എന്തുമായിരിക്കും പറയുന്നത്? എടി വീട്ടുകാർക്ക് എന്തോ സമ്മതമില്ല, നമുക്ക് എങ്ങനെയല്ലോ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക, ഞാനും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കാം, അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തന്നെ പോയി തൊലയെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കെട്ടിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ പറയൂ, നിങ്ങൾക്കുള്ളിൽ ഒറിജിനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെന്ന് പറയൂ, എടി വീട്ടുകാർക്ക് സമ്മതമില്ല, അതുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആവാം എന്ന് പറയുമോ? പറയത്തില്ല. അപ്പോൾ അതിനർത്ഥം ആ കാമുകനോടുള്ള ഇൻട്രസ്റ്റ് അവൾക്ക് കുറഞ്ഞ് നിൽക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ വീണ്ടും അവൾ പഴയത് തന്നെ മാറ്റി പറയും. ഓക്കെ, എനിക്ക് മുമ്പ് അറിയാം, അത് ക്ലൈൻ്റ് അല്ല, മുമ്പ് അറിയുന്ന ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിൻ്റെ കാമുകി പറഞ്ഞത്, എടാ നീ ഒരു കാര്യം ചെയ്യ്, എടാ നിനക്ക് 20,000 രൂപ സാലറി ഉണ്ടെന്ന് കള്ളം പറ, എന്നാലേ നമ്മളെ കെട്ടിച്ച് തരത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടുകാരോടൊക്കെ പറ 20,000 രൂപ സാലറി ഉണ്ടെന്ന് കള്ളം പറ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൊട്ടിപ്പെണ്ണ് അവൾ വീട്ടുകാരെ കൊണ്ട് വരെ കള്ളം പറയിക്കാൻ നോക്കി. എന്തുകൊണ്ട്? ആ പയ്യനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട്. ഓക്കെ, ആ പയ്യനോട് നല്ല ഇഷ്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട്. ആ പയ്യനിപ്പോൾ നീഡിയായിട്ട് പെരുമാറി അല്ലെങ്കിൽ വീക്കായിട്ട് പെരുമാറി, എപ്പോൾ നിങ്ങൾ വീക്കായിട്ട് പെരുമാറുന്നോ അപ്പം അവളുടെ ഇൻട്രസ്റ്റ് കുറയും. ഓക്കെ, നിങ്ങൾ 10 വർഷം അവളുടെ അടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പെരുമാറിയാൽ പോലും 11ാമത്തെ വർഷം നിങ്ങൾ വീക്കായിട്ട് നീഡിയായിട്ട് കാല് പിടിച്ച് പെരുമാറിയാൽ അപ്പോഴും അവൾക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോകും. മനസ്സിലായോ? അതായത് ഒരു പെണ്ണിനോട് നിങ്ങൾ മിണ്ടുമ്പോൾ മരണം വരെ അവളുടെ മുമ്പിൽ നിങ്ങൾ ഹൈ വാല്യൂ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവളുടെ പിന്നാലെ കാല് പിടിച്ച് പോകുന്ന പോലെ ഇരിക്കല്ലേ. ഇൻട്രസ്റ്റ് ഉള്ളപ്പം അവളോട് സ്നേഹം കാണിക്കുന്ന പോലെയല്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പോൾ അവളോട് സ്നേഹം കാണിക്കുന്നത്. രണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ആ പെണ്ണ് പറഞ്ഞു, എടാ 20,000 രൂപ സാലറി ഉണ്ടെന്ന് നീ പറയുമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വേറെ എന്തോ ഇഷ്യൂ കാരണം ഇവൻ എന്ത് ചെയ്തു, ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഒരുപാട് പിന്നാലെ നടന്ന് അവൾക്ക് താല്പര്യമേ പോയി ഇവനോടുള്ള. അപ്പോൾ അവൾ തന്നെ പറഞ്ഞ് ഇല്ല എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ലെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആ പയ്യൻ സൈക്കോളജിക്കലി എന്തോ മിസ്റ്റേക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഒരു പെണ്ണ് നമ്മളോട്, ഇപ്പം നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരുന്ന പെണ്ണ് നിങ്ങളോട് താല്പര്യം കുറഞ്ഞ ഉടനെ നിങ്ങൾ എന്തുമായിരിക്കും ചിന്തിക്കുന്നത്? വേറൊരു പയ്യനോട് താല്പര്യമെന്ന്. അങ്ങനല്ല, നമ്മളോട് ഓൾറെഡി നല്ല താല്പര്യത്തിൽ ഇരുന്ന ഒരാൾ താല്പര്യം കുറയുന്നെങ്കിൽ മെജോറിറ്റി 75% നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നുകിൽ നമ്മൾ നല്ല ബോറിംഗ് ആയി കാണും, വീക്കായിട്ട് പെരുമാറി കാണും, അവൈലബിലിറ്റി കൂടി കാണും. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടായിരിക്കും. കാരണം ഓൾറെഡി നമ്മളോട് താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. ഓക്കെ, വെറും 25% മാത്രമാണ് ഒരു തേർഡ് പാർട്ടി വരുന്നതിൻ്റെ ചാൻസ്. ഓക്കെ, അല്ലാതെ 100% തേർഡ് പാർട്ടി ആണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. സത്യത്തിൽ നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത് ഒരേ ഒരു കാരണം മാത്രമല്ല, കുറേ കാരണമുണ്ട്. ഒരു പെണ്ണിന് താല്പര്യം പോകാൻ ഒരുപാട് കാരണമുണ്ട്. അതിൽ ഒരു കാരണം മാത്രമാണ് വേറൊരു പയ്യൻ അവളോട് വന്ന് മിണ്ടുന്നത്. ഓക്കെ, അല്ലാതെ ആ ഒരു കാരണം മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവൾക്ക് താല്പര്യം കുറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവൈലബിലിറ്റി കുറച്ചായിരിക്കും. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? സ്പേസ് എടുത്തിട്ട് വീണ്ടും വന്ന് അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് തിരിച്ചു വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ബിരിയാണി കഴിക്കും. ഓക്കെ, ബിരിയാണി നിങ്ങൾ 3 നേരം കഴിച്ചാൽ എന്ത് പറ്റും? ഒരാഴ്ച 3 നേരം കഴിച്ചാൽ ബിരിയാണി നിങ്ങൾ വെറുക്കും. ഓക്കെ, അപ്പോൾ ബിരിയാണി എന്ത് ചെയ്യണം? ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് ബിരിയാണി തരരുത്. അപ്പം നിങ്ങൾ തന്നെ നാളെ പോയി ബിരിയാണി വാങ്ങി തിന്നും. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് തിരിച്ചു വന്നില്ലേ? അതുപോലെ ചിലപ്പം നിങ്ങൾ എഫേർട്ട് കൂടുതലെടുത്തായിരിക്കും മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് എടുത്തിട്ട് എഫേർട്ട് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ആ അവളുടെ പോയ ഇൻട്രസ്റ്റ് തിരിച്ചു വരും. മനസ്സിലായോ? അതായത് 40% താഴെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റിയാൽ കറക്റ്റായിട്ട് അത് വർക്കാവും. നിങ്ങൾ ചിലപ്പോൾ മാൻലി ആയിട്ട് ബിഹേവ് ചെയ്ത് കാണത്തില്ല. ഓക്കെ, അവളോട് ഒരു ഫ്രണ്ടായിട്ട് മാത്രമായിരിക്കും മിണ്ടിയത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ അവളുടെ ഇൻട്രസ്റ്റ് വീണ്ടും തിരിച്ചു വരും. ഓക്കെ, ഞാൻ ഒരുപാട് എണ്ണം പരീക്ഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ കോളേജ് ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണ് പറയുവാണ് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ലെന്നാണ്. ഒരു പെണ്ണിനെ റിലേഷൻഷിപ്പിന് ലവിനും താല്പര്യമില്ലെന്ന് ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ 20% പെണ്ണുങ്ങൾ സത്യമായിരിക്കും പറയുന്നത്. അവർക്ക് ചിലപ്പോൾ കല്യാണത്തിന് താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് താല്പര്യം കാണത്തില്ല. അങ്ങനത്തെ അത് സത്യമായിരിക്കും. 80% പെണ്ണുങ്ങൾ നമ്മളോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പറയുന്നത്. എപ്പോൾ മുതൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ അവർ നിങ്ങളെ ഫ്രണ്ട് സോണിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. നിങ്ങളെ അനിയാന്ന് വിളിക്കുന്നതൊക്കെ നിർത്തും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. വാരിസ് സിനിമയ്ക്കകത്ത് ആ വിജയ് തിരിച്ചു വന്നിട്ട് അവൻ്റെ മുറപ്പെണ്ണിനെ കാണുമ്പോൾ എന്തുമായിരിക്കും? മനസ്സിലായോ? മുറപ്പെണ്ണിനെ അവൻ ചെറുപ്പത്തിൽ മുറപ്പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് അവൻ തന്നെ പിന്നെ മുറപ്പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായി? ചെറുപ്പത്തിൽ അവൾ അട്രാക്റ്റീവ് അല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അവൻ അട്രാക്റ്റീവായിട്ട് തോന്നി, അവൻ തന്നെ മാറ്റി പറഞ്ഞു. ഓക്കെ, ഇത് തന്നെയാണ് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. ഞാനിപ്പോൾ പറയാം, എനിക്കൊരു 19 വയസ്സുള്ള സമയത്ത് ഒരു പെണ്ണ് എന്നെ അനിയ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കാൾ 1 വയസ്സ് മൂത്ത ഒരു പെണ്ണ് അനിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ എപ്പോൾ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിച്ചിട്ട് അതുപോലെ പെരുമാറാൻ തുടങ്ങി, അന്ന് പോലെ അവൾ അനിയാന്ന് വിളിക്കുന്നത് നിർത്തി. കാരണം അവളുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ അനിയാന്ന് വിളിച്ചാൽ ഇവൻ ചിലപ്പോൾ എന്നെ ചേച്ചിയായിട്ട് കണ്ടാലോ, അപ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ച് അവൾ അനിയാന്ന് വിളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു പെണ്ണ് എന്നെ അണ്ണാന്ന് വിളിക്കും. ഓക്കെ, അതായത് എന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ടിട്ട് അങ്ങനെ ആ പെണ്ണ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ അവൾ ശരിക്കും നിങ്ങളെ ചേട്ടനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നാത്തത് കൊണ്ട് എപ്പോഴത് തോന്നുന്നോ അപ്പോൾ വരെ അവൾ അണ്ണാന്ന് വിളിക്കും. എപ്പോഴാണോ അവൾക്ക് നിങ്ങളെ ഓപ്പോസിറ്റ് സെക്സായിട്ട് തോന്നുന്നത് അപ്പോൾ മുതൽ അവൾ ആ വിളി നിർത്തും. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മിസ്റ്റേക്കാണ്. 75% നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഒരു പെണ്ണ് നമ്മളോട് താല്പര്യം കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണ് പറയുകയാണ് മുമ്പ് നല്ല താല്പര്യത്തിരുന്ന പെണ്ണ് ഇപ്പം പ്രേമിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നെങ്കിൽ നമ്മളോട് താല്പര്യം കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് മൈൻഡിലായതുകൊണ്ടാണ് അവർ പറയുന്നത്. എപ്പോഴാണോ അത് പോസിറ്റീവ് ആവുന്നത്, എപ്പോഴാണോ വീണ്ടും നിങ്ങളോട് ഇൻട്രസ്റ്റ് തോന്നുന്നത്, അപ്പോൾ അവർ തന്നെ അത് മാറ്റി പറയും. ആ വിജയ് മാറ്റി പറഞ്ഞല്ലോ, മുറപ്പെണ്ണിനെ വേണ്ടെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ മുറപ്പെണ്ണിനെ വേണമെന്ന് പറയും. ഓക്കെ, അവൾ അട്രാക്റ്റീവായിട്ട് ഇരുന്നപ്പം മാറ്റി പറഞ്ഞു. ഓക്കെ, അവളുടെ വാല്യൂ കൂടിയപ്പം അവൻ എന്ത് ചെയ്തു? അവൾ സെക്ഷലി അവളുടെ വാല്യൂ കൂടി, ലുക്കിൽ അവളുടെ വാല്യൂ കൂടി. ഓക്കെ, വാല്യൂ കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തന്നെ അവളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, നിങ്ങൾ നല്ലതുപോലെ മിണ്ടിക്കൊണ്ടിരുന്ന കസിനോ അല്ലെങ്കിൽ ക്രഷോ ആരോ ആയിക്കോട്ടെ, നിങ്ങളോട് നല്ലതുപോലെ നല്ല ഇൻട്രസ്റ്റിൽ മിണ്ടിക്കൊണ്ടിരുന്ന ഒരാൾ താല്പര്യം കുറയുന്നെങ്കിൽ അതെന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് സോൾവ് ആക്കണം. അതല്ലാതെ നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ച് അവർക്ക് റെസ്പോണ്ട് പോലും ചെയ്യാത്ത ഇൻട്രസ്റ്റ്, അതായത് 40% എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് പരിചയക്കാരനായിട്ട് പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു ഇൻട്രസ്റ്റാണ്. അതുവരെ താഴ്ന്നവരെ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ മേലോട്ട് എടുക്കുന്നത് പോലല്ല. അതായത് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണിനെ 10, 20, 30, 40 അങ്ങനെ എടുക്കുന്നതിനേക്കാളും പാടാണ് ഓൾറെഡി ഉണ്ടായിട്ടിരുന്ന ഇൻട്രസ്റ്റ് താഴോട്ട് പോയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി? അത് വലിയ പാടുള്ള കാര്യമാണ്. അപ്പം
ഒരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു 60% ഇൻട്രസ്റ്റ് ഉള്ളപ്പം, അതായത് ഒരു 60% നിങ്ങളോട് നല്ലതുപോലെ കുറച്ചെങ്കിലും, അതായത് പരിചയക്കാരൻ എന്നതിലുപരി നല്ല കമ്പനിയായിട്ട് മിണ്ടുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് മാറ്റി പറയും. ഓക്കെ, അതായത് മുമ്പ് നിങ്ങളോട് ഒരുപാട് നല്ലപോലെ റെസ്പോണ്ട് ചെയ്തു, ഇപ്പം നിങ്ങളോട് ഒരുപാട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് മുമ്പ് അവൾക്ക് റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിലും മുമ്പ് നിങ്ങളോട് നല്ല താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പറയുമ്പോൾ അത് മാറ്റി പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളോട് താല്പര്യം കുറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കോളൊന്നും ഇപ്പോൾ പഴയതുപോലെ വിളിക്കുന്നില്ല, ഇങ്ങോട്ടൊന്നും പഴയതുപോലെ വിളിക്കുന്നില്ല, മുമ്പ് വീഡിയോ കോൾ ചെയ്യായിരുന്നു, സെൽഫി ഫോട്ടോ ഇട്ട് വരായിരുന്നു, അതൊക്കെ കുറഞ്ഞെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ അനാലിസിസ് ചെയ്ത് എന്താണ് പ്രോബ്ലം, നിങ്ങൾ എഫേർട്ട് കൂടുതലെടുത്താണോ, അവൈലബിലിറ്റി ആയതാണോ, ബോറിംഗ് ആയിട്ട് സംസാരിച്ചാണോ, എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യണം. അതായത് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അടുക്കും തോറും അകലുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞ്, അതിനകത്ത് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്, താല്പര്യം കുറയാനുള്ള മെജോറിറ്റി കാരണങ്ങൾ. അതിലേതെങ്കിലും ഒന്നാണ് എന്ന് തോന്നുന്നെങ്കിൽ അതിൽ പറയുന്ന ടിപ്പ് എടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആയി കിട്ടും. അതല്ലാതെ അവർക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ആ ഒരു സ്റ്റേജിലോട്ട് പോകാൻ നിൽക്കല്ലേ. ഒരു പെണ്ണിന് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാതെ നിങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഇൻട്രസ്റ്റ് കുറഞ്ഞ് വരും. ഓക്കെ, കുറഞ്ഞ് 40% താഴെ വന്നാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. ഓക്കെ, വലിയ പാടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40% കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഏത് പ്രോബ്ലം ആയാലും നമുക്ക് സൈക്കോളജി ഉപയോഗിച്ച് ആ ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കാൻ പറ്റും. 80% പ്രോബ്ലവും സൈക്കോളജി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ബാക്കി 20% ആണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, കൂടി നിന്നാലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതാണ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പാട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഒരു പെണ്ണിന് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവൈലബിലിറ്റി കൂടുതൽ കൊടുത്തതോ എന്തോ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അത് വീണ്ടും ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ, അതായത് ഒരു പെണ്ണിന് താല്പര്യം കുറഞ്ഞ് നിൽക്കുമ്പോൾ സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ അവളൊന്ന് റിഫ്രഷ് ആവും. അപ്പോൾ തന്നെ ഒരു 60% പ്രോബ്ലവും അവിടെ തന്നെ മാറുന്നതായിരിക്കും. അതല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം. ഓക്കെ, നിങ്ങൾ എന്താ ഇപ്പോൾ പഴയതുപോലെ വിളിക്കുന്നില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ, ഓപ്പണായിട്ട് പറ, അങ്ങനെ എന്തെങ്കിലും പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് തോന്നുന്നെങ്കിൽ അത് അവിടെ വെച്ച് ഓപ്പണായിട്ട് പറയുമ്പോൾ തന്നെ ഓപ്പണായിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയും കുറേ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പണായിട്ട് സംസാരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ പുറകെ പോലെ സംസാരിക്കുക എന്ന് പറഞ്ഞ് പുറകെ പോലെ 2-3 തവണ ട്രൈ ചെയ്യണം. മനസ്സിലായോ? അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാ സെൽഫ് റെസ്പെക്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ അത് തന്നെ എടുത്ത് നിങ്ങൾ ഇവിടെ ചെയ്യണം. ഓക്കെ, അതെല്ലാം ഒരു പെണ്ണിനോട് നിങ്ങൾ ഇൻട്രസ്റ്റേ കാണിച്ചിട്ടില്ല, ചില പെണ്ണുങ്ങളോട് നിങ്ങൾ ഫ്രണ്ട് ടൈപ്പായിട്ടായിരിക്കും മിണ്ടുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും അവളുടെ ഇൻട്രസ്റ്റ് പിന്നെ പോയത്. അവൾ നിങ്ങളെ ലൈൻ അടിക്കാൻ എന്ന് വിചാരിച്ച് മിണ്ടുമായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫ്രണ്ടായിട്ട് മാത്രമേ മിണ്ടുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം. എങ്ങനെ കാണിക്കണം? ഞാൻ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി, അതും അവിടെ സോൾവ് ആവും. ഓക്കെ, അപ്പം ഒരു പെണ്ണിന് 40% കുറയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലോ. ഓക്കെ, 40%, അതായത് റെസ്പോണ്ട് പോലും ചെയ്യാത്ത ഒരു ഇൻട്രസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഴയതുപോലെ ആക്കാൻ വലിയ പാടായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആ പ്ലേ ബോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ അത്ര റീച്ച് ആയത്. നിങ്ങൾ നോക്കിയാൽ മതി, ആ വീഡിയോ നല്ല റീച്ചിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 30,000 വ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ അടുക്കും തോറും അകലുന്ന പെണ്ണുങ്ങൾ, അതിലും നിങ്ങൾ നല്ലതുപോലെ കമൻറ്റ് ചെയ്തുകൊണ്ട് അതും ഒരുപാട് വ്യൂസ് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ ഉടനെ വരും.